നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്പ്ലെൻഡറിനെ കുറിച്ചാണ്. നമുക്ക് ഒരിക്കലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റാത്തൊരു പേരാണ് സ്പ്ലെൻഡർ. ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മോട്ടോർ സൈക്കിളും സ്പ്ലെൻഡറിനാണ്. സോ ദിസ് ഈസ് എ സ്പ്ലെൻഡർ സ്റ്റോറി. സ്പ്ലെൻഡറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് മേടിച്ച ബൈക്ക് എന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ബൈക്ക് CD100SS ആണ്. CD100SS എന്തായിരുന്നു ചോദിച്ചാൽ ഒരു ബൈക്ക് ഒറ്റയ്ക്ക് നമ്മുടെ 2 സ്ട്രോക്ക് പ്രഭാവത്തിൽ നിന്ന കാലത്ത് ഒറ്റയ്ക്ക് ഒരു ബൈക്ക് വന്നിട്ട് മൊത്തത്തിൽ 2 സ്ട്രോക്കിനെ മൊത്തത്തിൽ മാറ്റി 4 സ്ട്രോക്കിലോട്ട് ഇന്ത്യക്കാരനെ കൊണ്ടുവന്നത് ഈ CD100SS മോട്ടറാണ് തൊട്ടാണ്. കാരണം CD100SSന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ് ആൻഡ് ഗോ, അതായിരുന്നു കമ്പനിയുടെ ടാഗ് ലൈൻ. സെയിം അതുപോലെ തന്നെ ആയിരുന്നു ബൈക്കിന് റിലയബിലിറ്റി. മറ്റേപോലെ 2 സ്ട്രോക്ക് ബൈക്കുകൾ പോലത്തെ എഞ്ചിൻ ഓയിൽ ടാങ്കിനകത്ത് ഒഴിക്കണ്ട, പെട്രോളിനകത്ത് എഞ്ചിൻ ഓയിൽ 2T മിക്സ് ഒഴിക്കണ്ട, പിന്നെ തീരെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ തീരെ മെയിൻ്റനൻസ് ഇല്ല. നമുക്ക് ജസ്റ്റ് പെട്രോൾ അടിക്കണം, ഷട്ട് ചെയ്യണം, വണ്ടി ഓടിക്കണം, വല്ലപ്പോഴും എഞ്ചിൻ ഓയിൽ മാറി കൊടുക്കണം, പിന്നെ ബ്രേക്ക് ഷൂ ഒക്കെ തീരുമ്പോൾ മാറി കൊടുക്കണം. ഇത്രയും ചെയ്താൽ വണ്ടി ഒരു 80 കിലോമീറ്ററെങ്കിലും കണ്ണും പൂട്ടി മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അതൊരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹീറോ ഹോണ്ട എന്തെങ്കിലും മാറ്റം വേണമെന്ന് വെച്ചു. മാറ്റത്തിന് അനുപാതമായിട്ട് അവർ സെക്കൻഡായിട്ട് CD100SSന്റെ ബേസിൽ കൊണ്ടുവന്നാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പിന്നെ പറയണ്ടല്ലോ, അതൊരു ചരിത്രമായി. CD100SS ഒരു മീഡിയം റേഞ്ചിലെ വിജയമായിരുന്നെങ്കിൽ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഇറങ്ങിയതോടുകൂടി നാട്ടുകാർക്ക് മൊത്തം സ്പ്ലെൻഡർ അല്ലാതൊരു വേറെ ബൈക്ക് വേണ്ട എന്നുള്ള രീതിയിലായി. ആ കാലത്തുണ്ടായിരുന്ന കാവസാക്കി അല്ലെങ്കിൽ കെ ബജാജിന്റെ 100 എന്ന് പറഞ്ഞ ബൈക്ക് ഉണ്ടായിരുന്നു, 100S അത് ഉണ്ടായിരുന്നു. പിന്നെ കാലിബർ, അങ്ങനത്തെ കുറെ ബൈക്കുകളുണ്ട്. പക്ഷെ ഇവർക്ക് ഇതിനൊന്നും കിട്ടാതെ ഒരു പ്രൗഡിയും ഒരു എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു എലഗൻസ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് പറയത്തില്ലേ. നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ഓടിച്ചാൽ ആ ബൈക്കിന് എക്സിക്യൂട്ടീവ് വാല്യൂ കിട്ടുമെന്ന് പറയത്തില്ലേ, അതായിരുന്നു സ്പ്ലെൻഡറിന്റെ പ്രത്യേകത. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മാവന് പുള്ളി MBBS ആണ് പഠിക്കുക. MBBS പഠിക്കുന്ന സമയത്ത് ഒരു ബൈക്ക് മേടിച്ചാണ് സ്പ്ലെൻഡർ, ഒരു പുത്ത സ്പ്ലെൻഡർ, നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ട്. അതിൻ്റെ അലോയി ഒന്നുമില്ല, കമ്പി വീലിൻ്റെ ആ പുതിയൊരു ബൈക്കിൻ്റെ കമ്പി വീലിലൊരു ടെക്സ്ചറൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിപ്പോഴും നല്ല ഫോണ്ട് മെമ്മറീസ് ഉള്ളൊരു സംഭവമാണ് ഈ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ. ഈ സ്പ്ലെൻഡർ എന്തുകൊണ്ട് ഹിറ്റായെന്ന് നമുക്ക് പറയാം. സ്പ്ലെൻഡർ ഹിറ്റാനുള്ള ഒരേ ഒരു കാരണം ഹോണ്ടയുടെ സൂപ്പർ കപ്പ് എന്ന് പറയുന്ന സെയിം മോഡലിലെ എഞ്ചിനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സെയിം എഞ്ചിൻ, ലോകത്തിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പറയേണ്ടത് ഹോണ്ടയുടെ സൂപ്പർ കപ്പാണ്. പല മാഗസീൻസും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എഞ്ചിൻ ഓയിൽ ഇല്ലെങ്കിൽ പോലും ആ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കും, വേറൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. സെയിം എഞ്ചിനാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിനകത്ത് ഇരിക്കുന്നത്. വെറുതെ അല്ല ഇപ്പോഴും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. ഹോണ്ടയ്ക്ക് പോലും സത്യം പറഞ്ഞാൽ ഈ ഷൈൻ 100 എന്നൊക്കെ പറഞ്ഞ ഹോണ്ട തന്നെ കുറെ ബൈക്കുകൾ ഇറക്കിയെങ്കിലും ആൾക്കാർക്ക് സ്പ്ലെൻഡറിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം അല്ലെ ആ ടേസ്റ്റ് ഈ ബൈക്കിനൊന്നും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് സ്പ്ലെൻഡർ പോകുന്നത്. പിന്നെ സ്പ്ലെൻഡറിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ച സ്പ്ലെൻഡറിലാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ, എൻ്റെ കൂട്ടുകാരൻ മാഷിന്റെ വീട്ടിലൊരു പുതിയ സ്പ്ലെൻഡർ മേടിച്ചു. മാഷിന്റെ വീട്ടിൽ സ്പ്ലെൻഡർ മേടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഓടിക്കാറില്ല, അവനും ഓടിക്കാറില്ല. അപ്പൊ ഞാനും അവനും കൂടെ ഓടിച്ചോടാണ് പുത്ത സ്പ്ലെൻഡറിനകത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടിച്ച് ആണ് ഞങ്ങൾ കൈതെളിഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്പ്ലെൻഡറിനകത്ത് ഓടിച്ച് കൈതെളിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആ നാട്ടിലുള്ള അവൻ്റെ അനിയനെ ഓടിച്ചു. അവിടെയുള്ള കുറെ പിള്ളേരെല്ലാം ഓടിച്ച് കൈതെളിഞ്ഞ ആ സ്പ്ലെൻഡറിലാണ്. എന്നിട്ട് പോലും ആ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു കംപ്ലൈന്റ് ഇല്ല. അവസാനം കുറെ കഴിഞ്ഞ് എനിക്കൊരു 10 വർഷം കഴിഞ്ഞ് ആ ബൈക്ക് കൊടുക്കുമ്പം ആ ബൈക്കിനുണ്ടായിരുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ചാസിലേക്ക് കുറച്ച് തുരുമ്പ് വന്നു. കാരണം കുറച്ച് വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവൻ്റെ വീട്. അതുകൊണ്ട് ചാസിലേക്ക് കുറച്ച് തുരുമ്പ് വന്നതല്ലാതെ എഞ്ചിനും പ്രശ്നമില്ല, ടൈമിങ് ചെയിനും പ്രശ്നമില്ല, സൗണ്ടും ഇല്ല, എഞ്ചിന്റെ നോക്കിങ്ങും ഇല്ല, ഒന്നുമില്ല, വെരി സൈലന്റ്. വല്ലപ്പോഴും എഞ്ചിൻ ഓയിൽ മാറിക്കൊടുക്കുന്നുള്ളത് ഒഴിച്ചാൽ വേറൊരു മെയിൻ്റനൻസ് ചെയ്യാത്ത വണ്ടിയാണ്. ആ ഒരു ക്വാളിറ്റി പിന്നീട് ഹീറോ ഹോണ്ടയ്ക്ക് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. വേറൊരു മോഡലും ഇത്രയ്ക്കുള്ളൊരു ക്വാളിറ്റി പറയാനും പറ്റത്തില്ല. കാരണം ഹോണ്ട സൂപ്പർ കപ്പ് 100 ആണ് ഇതിനകത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി വേറൊരു ബൈക്കിനും തരാൻ പറ്റില്ല. സോ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും എക്സിക്യൂട്ടീവ് റെസ്പെക്റ്റഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡറാണ്. സെക്കൻഡ് യൂണിക്കോൺ. ഈ 2 ബൈക്കാണ് ഇന്ത്യയിൽ ഏത് ആൾക്കാർ ഉപയോഗിച്ചാലും ആർക്കും ഒരു കളിയാക്കാനോ തമാശയോ ഒന്നും പറയത്തില്ല. കാരണം ഇപ്പോഴും യൂറോ സ്പ്ലെൻഡറൊക്കെ ആഗ്രഹിച്ച് മേടിക്കാൻ നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. യൂറോ സ്പ്ലെൻഡറോട് വരുമ്പോൾ യൂറോ സ്പ്ലെൻഡർ പ്രത്യേകതയുണ്ട്, അതും കൂടെ പറയാം. നമ്മൾ അന്നൊക്കെ ഓടിക്കുന്ന സ്പ്ലെൻഡർ, യൂറോ സ്പ്ലെൻഡറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 80 കഴിഞ്ഞും 85 നല്ലവണ്ണം കൈ കുത്തി പിടിക്കുകയാണെങ്കിൽ കയറിപ്പോവും. പിന്നീടുള്ള സ്പ്ലെൻഡറിനൊന്നും ആ കയറ്റമില്ല. CD100SSും സ്പ്ലെൻഡറും ഉള്ള വ്യത്യാസം, CD100SS നല്ല വെയിറ്റ് ആണ്, ബോഡി വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. കാരണം മൊത്തത്തിലുള്ള എല്ലാ പാർട്സും മെറ്റൽ ആയതുകൊണ്ട് ഭയങ്കര ബോഡി വെയിറ്റ് ആണ്. പിന്നെ എന്തു പറയണ്ട, നല്ല
യാത്രാസുഖം കുറച്ചും കൂടെ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ള CD100SS ആണ്. കാരണം സ്പ്ലെൻഡറിനേക്കാളും കുറച്ചും കൂടി റിഫൈൻഡ് ആണ്. സ്പ്ലെൻഡറിലോട്ട് വരുമ്പോഴത്തേക്കും വെയിറ്റ് കുറവാണ്. നമുക്ക് CD100SS സ്പ്ലെൻഡറിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി പെട്ടെന്ന് ഒരു കുറച്ചുകൂടെ ഫ്ലിക്കൊക്കെ ആവും, ഭയങ്കര മാറ്റമാണ്. കാരണം മറ്റേ അണ്ടർ ബോൺ ചാസീസ് ആയിരുന്നെങ്കിൽ അത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത കൊണ്ടാണ് ഹോണ്ട അല്ലെങ്കിൽ ഹീറോ ഹോണ്ട അത് മാറ്റിയിട്ട് ഡബിൾ ക്രാഡിലോട്ട് കൊണ്ടുവന്നത്. ഡബിൾ ക്രാഡിൽ ചാസാണ് സ്പ്ലെൻഡറിലോട്ട് വന്നത്. എന്തായാലും ഇപ്പോഴും സ്റ്റിൽ യൂറോ സ്പ്ലെൻഡർ കിട്ടിയാലും ഇപ്പൊ എൻ്റെ അനിയൻ കഴിഞ്ഞിടയ്ക്ക് ഒരു സ്പ്ലെൻഡർ NXT മേടിച്ച് അത് ഓടിക്കുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ, എന്നാ രസം ഓടിക്കാൻ. നമ്മൾ ടാങ്കിന്റെ മേലിരിക്കുന്നു, ചുമ്മാ ഇങ്ങനെ ഒന്നും ആലോചിക്കണ്ട, നോ ഫ്രിൽസ് എന്ന് പറയാം. വണ്ടിക്ക് വലിയ കയറ്റമില്ലെങ്കിൽ ആ കയറ്റത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് എടുത്ത് എങ്ങോട്ട് വേണേൽ കുത്തി കയറ്റി പോവാം. അതിൻ്റെ ഒരു ചാസിയുടെയൊക്കെ ഒരു ബ്രില്യൻസ് ഉണ്ട്, അതിലൊരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലും എല്ലാം ഉള്ള. അതെനിക്ക് തോന്നുന്നു വേറൊരു ബൈക്കിനും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. അതായിരിക്കാം സ്പ്ലെൻഡർ ഇപ്പം നമ്പർ 1 ആയിട്ട് പോകുന്നത്. ഈ കാലത്ത് തന്നെയാണ് ലിബറോ വന്ന യമഹയുടെ. ലിബറോയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഹാൻഡ്ലിങ്ങും എല്ലാം ഉള്ള വണ്ടിയാണ്. പക്ഷെ സ്പ്ലെൻഡർ പോലെ ആ ഒരു എഞ്ചിൻ ക്വാളിറ്റി അല്ലെങ്കിൽ എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ പറയുന്ന 60-70 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു സെറ്റപ്പ് ഒന്നും ലിബറോയ്ക്ക് യമഹയുടെ വണ്ടികൾക്ക് അന്നില്ലായിരുന്നു. ക്രെക്സ് ആണെങ്കിലും ഒക്കെ കുറെ കഴിയുമ്പോഴത്തേക്ക് മൈലേജ് കുറയുന്നതായിട്ട് തോന്നും. പിന്നെ യമഹയുടെ പ്രശ്നം വെച്ചാൽ അന്നൊക്കെ സ്പെയറുകളൊക്കെ ഭയങ്കര വില കൂടുതലായിരുന്നു. യമഹയുടെ സ്പെയർ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വിലയാണ്. ബജാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബജാജിന്റെ ഡിസ്കവർ ആണുള്ളത്. ഡിസ്കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബജാജ് ഓരോ മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ പുതിയ എഞ്ചിൻ കൊണ്ടുവരും. പഴയ എഞ്ചിൻ അതേപടി ഇട്ടിട്ട് പുതിയ എഞ്ചിനിലോട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും പഴയതിന്റെ പുതിയതിന്റെ സ്പെയർ കിട്ടാതാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ബജാജിനുണ്ടായിരുന്നത്. പക്ഷേ 1999 തൊട്ടാന്ന് തോന്നുന്നു സ്പ്ലെൻഡർ ഉള്ളത്. അതെ, 99 തൊട്ട് 2025 വരെ ഒരേ ഡിസൈൻ ഒരേ ലുക്കിൽ പോകുന്ന ഒരു ബൈക്കേ ഉള്ളൂ, അത് സ്പ്ലെൻഡറാണ്. പിന്നീടുള്ളത് യൂണിക്കോൺ. ഇതിന്റെ രണ്ടിന്റെയും കാര്യം എന്ന് വെച്ചാൽ അതിന്റെ എഞ്ചിനാണ്. സ്പ്ലെൻഡറിന് എടുത്തു പറയാനാണെങ്കിൽ സൂപ്പർ കപ്പിൻ എഞ്ചിൻ, അത് ഹോണ്ടയ്ക്ക് പോലും റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു ക്വാളിറ്റി അല്ല ഡ്യൂറബിലിറ്റി. താങ്ക് യു.